കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഭീതിയിലാണ്. ജനങ്ങൾ മുഴുവൻ മുൾമുനയിലാകുന്ന ഒരു ഭീതിയിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. എന്താണ് സംഭവം? ഈ ലാനിന എന്നുള്ളൊരു കാലാവസ്ഥാ പ്രതിഭാസം നമ്മളെ തേടി വരികയാണ്. മുമ്പ് നമ്മൾ എൽ നിനോ എന്ന് പറഞ്ഞ ഒരു കാലാവസ്ഥാ പ്രതിഭാസത്തെ നേരിട്ടിരുന്നു. അതിൻ്റെ ഇരട്ട സഹോദരിയായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം ഈ ലാനിന. അപ്പോൾ എന്താണ് എൽ നിനോ, എന്താണ് ലാനിന എന്നുള്ളത് ആദ്യം അറിയണമല്ലോ. ഈ എൽ നിനോ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 2 വർഷം മുമ്പ് നമ്മൾ അനുഭവിച്ച അതീവ ദുർഘടമായ ഒരു വേനൽക്കാലമാണ്. വലിയ വരണ്ടുണങ്ങിയ ജലാശയങ്ങൾ, അതിശക്തമായ ചൂട്, സൂര്യാഘാതം, അതേപോലെ പക്ഷിമൃഗാദികളടക്കം ചത്തു വീഴുന്ന അവസ്ഥ. നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ക്ലാസ്സിലിരിക്കാൻ പറ്റാത്ത രീതിയിൽ അതിശക്തമായ ചൂട് അനുഭവിച്ച ഒരു കാലം ചിലർക്കൊക്കെ ഓർമ്മയിലുണ്ടാവും. സൂര്യാഘാതമായിട്ട് പലരുടെയും അതെ, തൊലിയൊക്കെ പൊളിഞ്ഞു പോയ. ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ചൂടാണെങ്കിൽ ഇനി തണുപ്പ്. അതായത് നമ്മൾ ലോകം മുഴുവൻ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വലിയ രീതിയിലുള്ള കാലാവസ്ഥാ മാറ്റം എല്ലായിടും നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വന്നത് നമുക്ക് ചൂടാണെങ്കിൽ ഇപ്പോൾ അതിശൈത്യത്തിന്റെ കാലങ്ങളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അതായത് നമ്മുടെ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് തിരിക്കുക. അതായത് ഒരു പന്തിനെ 2ആയിട്ട് മുറിക്കുന്നത് പോലെ അതിൽ ഒരു ഭാഗത്ത് ഈ ലാനിന ബാധിക്കുന്നെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എൽനിനോ ബാധിക്കും. അപ്പം നമ്മൾ ഒരു കാലത്ത് ഈ ലാനിന ചൂടിൻ്റെ ഒരു പ്രശ്നം നേരിട്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് തണുപ്പ്, ചിലപ്പോൾ ഇനിയും ഇത് മാറി കറങ്ങി ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണ് വന്നെന്ന് വിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഈ അന്താരാഷ്ട്ര കാലാവസ്ഥാ നിരീക്ഷകർ അവരുടെ ഒരു പ്രവചനം എന്ന് പറയുന്നത് ഡിസംബർ ജനുവരി മാസം നമ്മൾ അതിശൈത്യത്തെ നേരിടാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ തന്നെ നമ്മുടെ ഈ എന്താ പറയുക, 3-6 ഭാഗങ്ങളിലൊക്കെ 0 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ താപനില, ചിലപ്പോൾ അതിൽ താഴെ വരെ താപനില രേഖപ്പെടുത്തിയ സമയങ്ങളുണ്ട്. നമ്മുടെ ഈ ശൈത്യകാല സമയം ഉണ്ടല്ലോ, അതായത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. അപ്പോൾ അതിൻ്റെ കൂടെ കൂനിമേൽ കുരു എന്ന് പറയുന്ന ഇതും കൂടി വന്നുള്ള അവസ്ഥ ആലോചിക്കുക. അവിടെ അതിശൈത്യം, ചിലപ്പോൾ നമ്മൾ ഈ ഹിമാലയങ്ങളിൽ കാണുന്നത് പോലെ മഞ്ഞ് പെയ്ത്തടക്കം ചിലപ്പോൾ കേരളത്തിൽ വന്നാലും അത് അത്ഭുതപ്പെടാനൊന്നുമില്ല. ആ മേഖല, കാര്യം അവിടെ മലയോര മേഖലയായതുകൊണ്ട് അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വർഷം നമ്മൾ ഒരു വേനലൊക്കെ കഴിഞ്ഞു, നമുക്ക് പൊതുവെ താപനില വലിയ ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം കാലാവസ്ഥ പൊതുവെ തണുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ തുടർച്ച നമ്മുടെ ഈ സാധാരണഗതിയിൽ മഴ മാറി മഞ്ഞാണല്ലോ. അപ്പോൾ മഞ്ഞുകാലവും ഇതേപോലെ മഴക്കാലത്ത് തണുപ്പ് നേരെ കുറഞ്ഞു, വേനലും വലിയ കുഴപ്പമില്ലാണ്ട് പോയി. എങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് മഞ്ഞുകാലം നല്ല തണുപ്പുള്ള കാലമായിരിക്കും എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ അമേരിക്കൻ നാഷണൽ വെതർ സർവീസസ് ക്ലൈമറ്റ് പ്രഡിക്ഷൻ സെൻറ്റർ അവരുടെ ഒരു അനുമാന പ്രകാരം ഈ സെപ്റ്റംബർ 11 മുതൽ അവർ സെപ്റ്റംബർ 11-നാണ് ഈ അവരുടെ ഒരു അനുമാനം പുറത്തുവിട്ടത്. അവർ പറയുന്നത് ഈ ഒക്ടോബർ ഡിസംബർ കാലയളവിൽ ഈ പറയുന്ന അതിശൈത്യമായ ലാനിന ഉണ്ടാകാനുള്ള 71% സാധ്യതയുണ്ടെന്നുള്ളതാണ്. പിന്നീട് അത് ഒരു ഡിസംബർ ഫെബ്രുവരിയിലേക്ക് മാറ്റി ഒരു പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ഒക്ടോബർ ഡിസംബർ അല്ലെങ്കിൽ ഡിസംബർ ഫെബ്രുവരി, ഏതായാലും ഒരു 2-2.5 മാസം നല്ല തണുപ്പായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇപ്പം തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭൂമിയെ 2 അർദ്ധഗോളങ്ങളാക്കി മാറ്റിയാൽ അതിലിപ്പോൾ ഒരു അർദ്ധഗോളത്തിലുള്ളത് നമ്മുടെ പസഫിക് സമുദ്രമാണെന്ന് കരുതുക. ഇപ്പോൾ പസഫിക് സമുദ്രം അവിടെ ഇപ്പോൾ തന്നെ താപനിലയിൽ വലിയ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ച ഇങ്ങോട്ടേക്കും ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ അതിശൈത്യമോ അതീവ ചൂടോ ഇല്ലാത്ത ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ലാനിനയും ഇല്ല എൽനിനയും ഇല്ലാത്തൊരവസ്ഥയാണ് കാര്യമുള്ളത്. പക്ഷേ ഒരു 1-2 മാസം കഴിയുമ്പോൾ കാര്യം മാറും എന്നുള്ളത് പറയും. അപ്പോൾ എന്തുകൊണ്ട് ഈ ലാനിന അല്ലെങ്കിൽ അതിശൈത്യം നമുക്ക് ഇത്ര വലിയ പേടിപ്പിക്കേണ്ട സംഗതി ഉണ്ടോ? തണുപ്പ് കുറച്ച് നല്ലതല്ലേ, നല്ല പുതപ്പൊക്കെ ഉണ്ടെങ്കിൽ പുതച്ചു മൂടി കിടന്നാൽ മതിയല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഈ മഴയോ വേനലോ പോലെ പ്രശ്നമില്ലാണ്ട് പോകും എന്നാണ് നമ്മൾ പൊതുവേ ചിന്തിച്ചു കൂട്ടുക. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ അതിശൈത്യത്ത് തണുത്ത് വിറച്ച് മരിക്കുന്നവരുടെ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കാര്യം താങ്ങാനാവാത്ത തണുപ്പാണ്. മഞ്ഞ് പെയ്തിട്ട് വാഹന ഗതാഗതം പോലും അസാധ്യമാകുന്ന, അവിടെ പുകമഞ്ഞും പ്രശ്നമാണ്, വാഹന ഗതാഗതം അസാധ്യമാകുന്ന പ്രശ്നമുണ്ട്, വിമാന ഗതാഗതം ട്രെയിൻ ഗതാഗതം ഒക്കെ തടസ്സപ്പെടുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ലാനിന കൂടി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ തീവ്രത അങ്ങ് വർദ്ധിക്കും. വലിയ രീതിയിൽ മനുഷ്യരും മൃഗങ്ങളും അടക്കം ഈ തണുപ്പ് താങ്ങാനാവാതെ
മരിച്ചു വീഴും. കാര്യം ഈ ഇത് അടച്ചുറപ്പുള്ള വീടുകളില്ലാത്ത തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. തെരുവോരങ്ങളിൽ കിടക്കുന്നവരുടെ ജീവിതമാണ് ഇത്തരത്തിൽ പോവുക. പിന്നെ കേരളത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ കുറച്ച് ആശ്വാസമാണ്. കാരണം കേരള പൊതുവെ ഒരു ഉഷ്ണമേഖല പ്രദേശത്തുള്ളതാണ്. കാരണം നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷെ നമുക്ക് തൊട്ടടുത്ത് തന്നെ കടലുണ്ട്, കായലുണ്ട്, പോരാതെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുണ്ട്. അപ്പോൾ ഈ പോകുന്ന കാറ്റെല്ലാം തടഞ്ഞു നിർത്തി കൃത്യമായ ഇടവേളകളിൽ മഴ പെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഉഷ്ണമേഖലാ പ്രദേശം ആയതുകൊണ്ട് പൊതുവെ തണുപ്പ് നമ്മളെ അങ്ങനെ ബാധിക്കില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം ചെറിയ രീതിയിൽ തണുപ്പ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാർഷിക അധിഷ്ഠിതമായിട്ടുള്ളൊരു സ്ഥലമാണല്ലോ നമ്മുടെ കേരളം. നമ്മുടെ കൃഷി മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിന് പ്രധാന കാരണം നമ്മുടെ കാർഷിക വിളകളെല്ലാം തെർമോ സെൻസിറ്റീവാണ്. അതായത് അന്തരീക്ഷ താപനിലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഏറിയ കാർഷിക വിളകളും. പ്രത്യേകിച്ച് പറഞ്ഞാൽ കുരുമുളക്, കാപ്പി, കൊക്കോ മുതലായവയൊക്കെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഇതിൻ്റെ വിളവിനെ, അതിൻ്റെ ഫലപ്രാപ്തിയെ കാര്യമായി ബാധിക്കും എന്ന് പറയുന്നു. അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, ഈ മാങ്ങ, ചക്ക, ഇതൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ളത്. അത് അതിൻ്റെ എന്താ പറയുക, വിളവെത്താൻ, അതായത് പാകമാകാനുള്ള സമയദൈർഘ്യം കൂടും. അപ്പോൾ ഉള്ള കുഴപ്പം എന്താ വെച്ചാൽ വിപണി നമുക്ക് ഉദ്ദേശിച്ച സമയത്തിൽ ഈ സാധനങ്ങൾ വിപണിയിൽ എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഈ നെൽകൃഷിയെയും ഇത് ഈ കാലാവസ്ഥാ വ്യതിയാനം വലിയ രീതിയിൽ ബാധിക്കും. നമ്മുടെ മുണ്ടകൻ, പുഞ്ച നെൽകൃഷി ഉണ്ടല്ലോ. അപ്പോൾ അതിൽ താപനില 1% വർദ്ധിച്ചാൽ അതിൻ്റെ വിളവ് 10% കുറയുമെന്നുള്ളതാണ് നിലവിലെ കണക്ക്. ഇതേ പ്രശ്നം തന്നെ താപനിലയിൽ കുറവുണ്ടായാലും പ്രശ്നമാകും. കാരണം കീടബാധ വലിയ രീതിയിൽ, കാര്യം അന്തരീക്ഷ താപനില വർദ്ധിച്ചു നിൽക്കുന്ന സമയത്താണ് കീടബാധ പരമാവധി കുറയുക നെല്ലിന്. പക്ഷേ അന്തരീക്ഷ താപനില കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള രോഗവ്യാപനം, അതേപോലുള്ള പ്രതിസന്ധികളൊക്കെ നെൽകൃഷി മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. പിന്നെ മത്സ്യസമ്പത്തിൻ്റെ കാര്യത്തിൽ ഈ കടലും കായലും നമുക്ക് മത്സ്യസമ്പത്ത് തരുന്നതാണ്. പക്ഷേ കടൽ വെള്ളം അല്ലെങ്കിൽ കായൽ വെള്ളത്തിൻ്റെ താപനില കുറയുന്നത് മത്സ്യസമ്പത്തിൻ്റെ പ്രജനനത്തെ ബാധിക്കും. അതുമാത്രമല്ല, ഈ താപനില കുറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ അവർക്ക് അനുയോജ്യമായ മേഖലകൾ തേടി പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കടലിൽ ചില സമയത്തൊക്കെ നമ്മൾ ചില വാർത്തകൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ തീരത്ത് നിന്ന് മത്തി അപ്രത്യക്ഷമായി കിട്ടാനില്ല. അതിൻ്റെ സ്വാഭാവിക കാരണം ഇത് തന്നെയാണ്. മത്സ്യങ്ങൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ ഇല്ല എന്നത് തോന്നിക്കഴിഞ്ഞാൽ അത് കൂട്ടത്തോടെ മറ്റ് തീരങ്ങൾ തേടി പോകും. അപ്പോൾ അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകും. ഇനി ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഇതൊന്നുമല്ല, നമ്മുടെ ആരോഗ്യ മേഖലയാണ്. ചെറിയ രീതിയിലുള്ളൊരു കാലാവസ്ഥാ മാറ്റം പോലും നമുക്ക് പകർച്ചപ്പനി അല്ലെങ്കിൽ അതേപോലെയുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ മഞ്ഞാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ആസ്തുമ, വലിവ്, അതേപോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് കഷ്ടകാലമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പകർച്ചവ്യാധികൾ വലിയ രീതിയിൽ പടർന്നു പിടിക്കും. അതോടൊപ്പം തന്നെ പുതിയ ആരോഗ്യ വെല്ലുവിളികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉള്ളപ്പോഴാണ് പുതിയ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. അല്ലെങ്കിൽ നിലവിലുള്ള രോഗാണുക്കൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ അതിന് ജനിതക പരിവർത്തനം വരിക. അനുയോജ്യമായ ഒരു കാലാവസ്ഥ കിട്ടുമ്പോൾ നിലവിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള രോഗവാഹികളായ അല്ലെങ്കിൽ രോഗകാരികളായിട്ടുള്ള അണുക്കൾക്ക് അത് ജനിതക പരിവർത്തനം വന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ പൊതുവെ നമ്മൾ മഞ്ഞിനെ അത്ര ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നെങ്കിലും ഇത്തരം ചില വെല്ലുവിളികൾ കേരളത്തെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ലാനിന എന്ന് പറയുന്നത് ഒരിത്തിരി പ്രശ്നക്കാരൻ തന്നെയാണ്. കരുതലെടുക്കുക. ഏതായാലും വരുന്ന ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തേക്കായിരിക്കും. കുറച്ച് സാവകാശമുണ്ട്. തയ്യാറെടുപ്പ് തുടങ്ങി അത്രയും നല്ലത്.